പിന്നെ നോക്കിങ്ങള് പിന്നെ വളരെ ഹാപ്പി ആട്ടോ മാനോ സന്തോഷല്ലേ? സന്തോഷം. ഈ നിമിഷത്തിൽ എന്ത് തോന്നുന്നു? ഞാൻ ഏകദേശം ഒരു 8 വർഷത്തോളം ജോലി ചെയ്ത ഒരു ബസ്സാണിത്. ഇതല്ലേ ഇന്റിമസി ഉണ്ട് തീർച്ചയായിട്ടും. അപ്പൊ എന്താ സംഭവം എന്നുള്ള പുറത്തിറങ്ങിയിട്ട് പറഞ്ഞു കൊടുക്കല്ലേ പക്ഷേ വലിയ ഹാപ്പി എന്താ പറയാ. പിന്നെ ഇദ്ദേഹം 18 വർഷം ബസ് ജീവനക്കാരനായിരുന്നു, കണ്ടക്ടറായിരുന്നു. 8 വർഷം ഈ ബസ്സിലാണ്. 8 വർഷം ഈ ബസ്സിലാണ് ജോലി ചെയ്തത്. ഇന്ന് പത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഇന്ന് ഇദ്ദേഹം പിന്നെ വക്കീലായിട്ട് എൻറോൾ ചെയ്തിട്ടുണ്ട്. 10-ാം തീയതി അഡ്വക്കേറ്റ് ആയിട്ട് എൻറോൾ ചെയ്യണം, അതായത് വക്കീലായിട്ടുണ്ട് എന്നുള്ളതാണ്. അഡ്വക്കേറ്റ് സുലൈമാൻ അങ്ങനെയല്ലേ? ആയിട്ടില്ല, അഡ്വക്കേറ്റ് ആയിട്ടില്ല. 10-ാം തീയതി ആവും. എന്നാലും നമുക്ക് പറയല്ലോ അല്ലേ? പറയണ്ടേ? ഞങ്ങൾക്ക് പറയല്ലോ. അതാണ്. അപ്പൊ എന്തോന്നു ബസ്സിലെ ജോലി എങ്ങനെ ഉണ്ടായിരുന്നോ? ബസ്സിൽ പറഞ്ഞാല് ഏറ്റവും കൂടുതൽ ജീവിതത്തിൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു ജോലിയാണ് ബസ്. കാരണം ഒരുപാട് ബന്ധങ്ങൾ, പലതരത്തിലുള്ള ആളുകളായിട്ട് മിങ്കിൾ ചെയ്യുമ്പോൾ അതിൽ നിന്ന് ഒരുപാട് അനുഭവങ്ങൾ നമുക്ക് കിട്ടും. അങ്ങനത്തെ ഒരു ജോലിയാണ് ബസ് ജോലിയാണ്. പക്ഷെ ഇഷ്ടപ്പെടുന്നുണ്ട്, ഇപ്പോഴും ബസ്. ഇപ്പോഴും ബസ്സിന് മുന്നേ ലോറിയിൽ പോയിരുന്നില്ല. ഒരു വർഷം ഇങ്ങനെ ഇങ്ങനെയുള്ളൊക്കെ ജോലി ചെയ്ത് ഇദ്ദേഹം SLC പഠനം സ്റ്റോപ്പ് ചെയ്ത് പിന്നീട് വലിയൊരു ഗ്യാപ്പ് വന്ന് ഇപ്പോൾ LLB എൻട്രൻസ് മെറിറ്റിൽ എൻട്രൻസ് കിട്ടി. പിന്നെ മലപ്പുറം MET മലപ്പുറം MCT വക്കീലായിട്ട് അഡ്വക്കേറ്റ് ആയിട്ട് പാസ്സായിട്ടുണ്ട്. ഫസ്റ്റ് ക്ലാസ്സോട് കൂടി പാസ്സായിട്ടുണ്ട്. ഇതൊരു മോട്ടിവേഷണൽ വീഡിയോ ആണ്. ഇദ്ദേഹത്തിന്റെ ഫാമിലിയെ നമുക്ക് പരിചയപ്പെടാനുണ്ട്. കൺഗ്രാറ്റുലേഷൻസ്. അങ്ങനെ ചെറുപ്പം തൊട്ടാണ് ഞാൻ 10 വരെ പഠിച്ചത്. ഈ പച്ചക്കറി കടയിലൊക്കെ ജോലി ചെയ്തിട്ടാണ് 10 വരെ പഠിച്ചത്, 10ാം ക്ലാസ് വരെ. അത് കഴിഞ്ഞിട്ട് പിന്നെ നേരെ ബസ്സിൽ ലോറി കയറി. അത് കഴിഞ്ഞിട്ട് നേരെ ബസ്സിൽ കണ്ടക്ടറായിട്ട് 18 വർഷം ജോലി ചെയ്തു. അതെ. അമീക്കസ് കോട്ടക്കലിലെ എന്നല്ല, ഇന്നിപ്പോൾ മലബാറിലെ തന്നെ ഒരുപാട് വക്കീലന്മാരെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ട്രെയിനിങ് കൊടുക്കുന്ന ഒരു കോച്ചിങ് സെൻ്ററാണ് അമീക്കസ്. അതിൻ്റെ ചെയർമാനും കൂടിയാണ് വൈഫ് അഡ്വക്കേറ്റ് ഷഹീദ എന്ന് പറയുന്നത്. പിന്നെ വർക്ക് ചെയ്യണത് എവിടെ പറഞ്ഞപ്പോൾ മഞ്ചേരി ബാറിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു അഭിമാനം വേറുണ്ട്. പ്രേക്ഷകർ ഒരു പക്ഷേ അറിയാത്തവർക്ക് അവരും സംസാരിക്കും. ഏതായാലും മാനു, എന്തൊക്കെയാണ് ഇപ്പോൾ അവസ്ഥ? സന്തോഷം. തിരക്കായില്ലേ? തിരക്കായി. ശരിക്ക് എൻ്റെ മാൻ്റെ പേരെന്തായിരുന്നു? സുലൈമാൻ. എത്ര വരെ പഠിച്ചാണ്? ഞാൻ റെഗുലറായിട്ട് 10 വരെ പഠിച്ചു. 10ാം ക്ലാസ് SSLC 1999 IUI സ്കൂളിൽ നിന്ന് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് നേരെ പിന്നെ ഒരു വർഷം ലോറിയിൽ ക്ലീനറായി പോയി. അത് കഴിഞ്ഞിട്ട് നേരെ പിന്നെ ബസ്സിൽ കണ്ടക്ടറായി പോയി. ഏകദേശം ഒരു 18 വർഷത്തോളം ബസ്സിൽ കണ്ടക്ടറായി പോയി. അങ്ങനെ നമ്മൾ ഈ സാക്ഷരതാ മിഷൻ്റെ തുല്യതനെ കുറിച്ച് അറിയുന്നത്. അങ്ങനെ നേരെ എന്ത് ചെയ്തു, അതിൽ പോയി ജോയിൻ ചെയ്തു. അങ്ങനെ 2 വർഷം പഠിച്ചു. അത്യാവശ്യം നല്ല മാർക്കാണ്. പക്ഷെ 5 A+, ഉണ്ടായിരുന്നു. നല്ല മാർക്കിൽ കയറിപ്പോയി. പിന്നെ നോക്കുമ്പോൾ പഴയ കാലം തൊട്ട് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു LLB എടുക്കണം എന്നുള്ളത്. അതിന്റെ ഭാഗമായിട്ടാണ് ഫസ്റ്റ് ഇവരെ പഠിപ്പിച്ചിട്ട് അഡ്വക്കേറ്റ് ആക്കി. അതിൽ ആ പ്രഷർക്ക് ഡൗട്ട് ഉണ്ടാവും, ഇവരെ പഠിപ്പിച്ചു എന്നുള്ളത് ഞാൻ ക്ലാരിറ്റി തരണം എൻ്റെ സുഹൃത്തുക്കളോട് കേട്ടോ. അങ്ങനെ ഫ്രീഡം ഉപയോഗിച്ച് ഇരുത്തൊക്കെ അങ്ങനെയാണ് വരുന്നത്. ഓക്കെ. വൈഫ് അന്ന് വക്കീലല്ല, +2 പഠിക്കുന്ന സമയം കഴിഞ്ഞു. ഒരു 19 വയസ്സായപ്പോൾ ലോ കോളേജിൽ ഫസ്റ്റ് ഇയറിൽ മാരേജ് കഴിഞ്ഞു. പിന്നീട് വന്ന വർഷങ്ങൾ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് ഞങ്ങൾ എഡ്യൂക്കേഷനിൽ പ്രയോറിറ്റൈസ് ചെയ്തിട്ട് ഒരു ഫൈനൽ ഇയർ വരെ അല്ലെങ്കിൽ എല്ലാ സമയവും എൻ്റെ ഫുൾ സപ്പോർട്ട് ചെയ്ത് കോഴിക്കോട് ഗവൺമെൻറ് ലോ കോളേജിൽ പഠിച്ചത്. ഹോസ്റ്റലിൽ നിർത്തി പഠിപ്പിച്ചു. അതിനുശേഷം ഞാൻ ഒരു CMA സെൻറ്ററിൽ ജസ്റ്റ് ടീച്ചിങ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ അതല്ല എൻ്റെ പ്ലാറ്റ്ഫോം പ്രാക്ടീസ് ചെയ്യാണ്. അഡ്വക്കേറ്റ് ആവാൻ വേണ്ടിയിട്ടാണ് പഠിപ്പിച്ചതെന്ന് പറഞ്ഞിട്ട് എനിക്ക് ഓഫീസ് സെറ്റ് ചെയ്ത് തന്നു. ആക്ച്വലി ഈ ഓഫീസ് ഹസ്ബൻഡ് ഫുള്ള് സപ്പോർട്ട് ചെയ്തതും ഹസ്ബൻഡായിരുന്നു. ഹസ്ബൻഡിൻ്റെ സപ്പോർട്ടിലാണ് ഞാൻ ഇന്ന് ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് റൺ ചെയ്യുന്നത്. ഇന്ന് ജില്ലക്കുള്ളിൽ ഇങ്ങനെ ഒരു കോച്ചിങ് സെൻറ്റർ ഇട്ടതും ഈ ഒരു ബിൽഡിങ്ങിൻ്റെ എക്സിസ്റ്റൻസും ഒക്കെ ഹസ്ബൻഡിൻ്റെ സപ്പോർട്ടാണ്. പിന്നെ ഞാൻ രണ്ടാമത്തെ എൻ്റെ മകന് പ്രഗ്നൻസി സമയത്താണ് ആദ്യമായിട്ട് എന്നോട് ഇങ്ങനെ ഒരു സംഭവത്തെ പറ്റി, ഒരു സാക്ഷരതാ മിഷൻ്റെ +2 ഇക്വലൻസിയെ പറ്റി പറയുന്നത്. എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ ഉമ്മൊക്കെ പറയും ഇപ്പോൾ ഈ സമയത്ത് പഠിക്കാൻ പോകാൻ പറ്റുമെന്ന്. പക്ഷെ ഞാൻ മനസ്സിലാക്കിയെന്ന് വെച്ചാൽ ഇവർക്ക് നല്ല വിൽ പവർ ഉണ്ട്. ആ വിൽ പവർ ഇവർക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. അതിൻ്റെ ഭാഗമായിട്ട് ആദ്യം ഫസ്റ്റ് ചെയ്യേണ്ട പ്രയോറിറ്റൈസ് ചെയ്യേണ്ട ഉമ്മാനെ കൊണ്ട് ഹജ്ജിന് പോയിട്ട് ആ പരിപാടികളൊക്കെ കഴിച്ചതിന് ശേഷം ആദ്യമായിട്ട് കോളേജിലേക്ക് പോയി തുടങ്ങുകയാണ്. അത് സാക്ഷരത +2 കവർ ചെയ്തതിന് ശേഷം ആക്ച്വലി കോഴിക്കോട് അല്ലെങ്കിൽ തിരുവനന്തപുരം ലോ കോളേജിലോ കിട്ടുമായിരുന്നു. ഇവിടുത്തെ കോച്ചിങ് എടുത്തിട്ടാണ് പോയത്. അമിക്കസിന്റെ കോച്ചിങ്ങും ഭാര്യയുടെ കീഴിലായിരുന്നു കോച്ചിങ്. ആദ്യം ഭാര്യയെ വക്കീലാക്കി. മാനുവിന്റെ ആഗ്രഹം പിന്നെ മാനുവിന്റെ ആഗ്രഹം വീണ്ടും പറഞ്ഞു മാനുവിന്റെ വക്കീലാക്കണം. അങ്ങനെ ഇവിടുത്തെ നല്ല രീതിയിലുള്ള ടീച്ചേഴ്സിന്റെ മെന്ററിങ്ങും അതോടൊപ്പം തന്നെ ഓൺലൈൻ ക്ലാസ് ഒക്കെ യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് പിന്നെ പ്രതീക്ഷ ഉണ്ടായിരുന്നു. മാനു ഇത്രയും വർഷം ഒരു ഗ്യാപ്പുള്ള ഒരു മനുഷ്യനാണ്. അപ്പോ നിങ്ങൾക്കൊരു ആശങ്ക ഉണ്ടായിരുന്നു? നല്ല കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. കാരണം ഇംഗ്ലീഷ് ലാംഗ്വേജ് വളരെ പ്യുവറായിട്ട് ഭയങ്കര പ്യുവർ. ഇംഗ്ലീഷ് യൂസ് ചെയ്യാൻ അറിയാത്ത ഒരാള്
കണ്ടിന്യൂസ് എഫേർട്ട്, ഹാർഡ് വർക്ക് എസ് പെയ്ഡ് ഓഫ്. അത്രമാത്രം വർക്ക് ചെയ്തു. കണ്ടിന്യൂസ് ആയിട്ട് രാത്രികളിൽ ഇരുന്ന് പഠിച്ച് ഉറക്കൊഴിച്ച് പഠിച്ച് ഉണ്ടാക്കിയതാണ്. അത് തന്നെ പറയാം. ഇംഗ്ലീഷ് ലാംഗ്വേജിൽ പ്രസൻറ്റേഷനൊക്കെ തലേ ദിവസം പറഞ്ഞ് പഠിച്ച് ഇന്നിപ്പോൾ കോർട്ടിലെത്തി കഴിഞ്ഞാൽ അത്യാവശ്യമൊക്കെ നന്നായി ചെയ്യാൻ പറ്റുന്നു എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ട്. കാരണം ഫസ്റ്റ് ക്ലാസ്സോട് കൂടിയിട്ടാണ് LLB പാസ്സായത്. ടീച്ചേഴ്സൊക്കെ ഭയങ്കര അത്ഭുതത്തോടു കൂടി എക്സൈറ്റഡ് ആണ്. കാരണം പഠിച്ചത് പുത്തനാർക്കൽ സ്കൂളിലാണ്. അവിടുത്തെ ടീച്ചേഴ്സ് അടക്കം ഇന്ന് അവിടുത്തെ ടീച്ചേഴ്സും ഹൈസ്കൂളിലെ ടീച്ചേഴ്സും ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ടീച്ചേഴ്സ് അടക്കം പറയുന്നത് എന്താ വെച്ചാൽ കാലിബറുള്ള ആളാണ്. മുന്നേ വന്ന് ആ പൊട്ടൻഷ്യൽ ക്ലിയർ ചെയ്യുകയായിരുന്നെങ്കിൽ പക്ഷേ ഇതിനും വലിയൊരു പൊസിഷനിലേക്ക് പെട്ടെന്ന് എത്താൻ പറ്റുമായിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി അന്നത്തെ ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റെബിലിറ്റി ആയിരുന്നു ഇതിലേക്ക് തീർച്ചയായിട്ടും. അത് കരയുന്നൊന്നുമില്ല. അതായത് ഇതിനെ പറ്റി അറിയുന്നവർക്ക് അയൽവാസികൾക്കൊക്കെ അറിയാം. കാണുമ്പോൾ കുറേയൊക്കെ ഉണ്ടായിരുന്നു, വലിയ കുറേ സ്ഥലങ്ങളുണ്ട്. പക്ഷെ സാമ്പത്തികമായിട്ട് എന്നെ സംബന്ധിച്ചിടത്തോളം കയ്യിൽ വന്നിട്ടില്ല. നമ്മളെ കയ്യിലൊന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ ചെറുപ്പം തൊട്ട് തന്നെ ഞാൻ 10 വരെ പഠിച്ചത് ഈ പച്ചക്കറി കടയിലൊക്കെ ജോലി ചെയ്തിട്ടാണ് 10 വരെ പഠിച്ചത്, 10ാം ക്ലാസ് വരെ. അത് കഴിഞ്ഞിട്ട് പിന്നെ നേരെ എന്ത് ചെയ്തു, നേരെ ബസ്സിൽ ലോറി കയറി. അത് കഴിഞ്ഞിട്ട് നേരെ ബസ്സിൽ കണ്ടക്ടറായിട്ട് 18 വർഷം ജോലി ചെയ്തു. പിന്നെ ഈ സാക്ഷരതാ മിഷനത് പഠിച്ചു പറഞ്ഞല്ലോ. അത് കഴിഞ്ഞിട്ട് ഞാൻ LLBൻ്റെ എൻട്രൻസ് ചെയ്ത് ഏകദേശം 411 റാങ്ക് ഉണ്ടായിരുന്നു. കോഴിക്കോടോ തിരുവനന്തപുരം കിട്ടേണ്ടിയിരുന്നു. പക്ഷെ പോയി വരാനുള്ള എളുപ്പത്തിന് നേരം എന്ത് ചെയ്തു, മലപ്പുറത്ത് മെറിറ്റ് സീറ്റ് തന്നെ കിട്ടി. MCT ഈ MCT കോളേജിൻ്റെ അധ്യാപകരെന്ന് പറഞ്ഞാൽ വളരെ നല്ല അധ്യാപകരാണ്. നല്ല മെൻറ്ററിങ്ങും അതേപോലെ നല്ല സപ്പോർട്ട്. കാരണം എൻ്റെ ഏകദേശം ഒരു 28, 27, 29, 30 താഴെ പ്രായമുള്ള അധ്യാപകരൊക്കെ അവിടെ പഠിപ്പിക്കണം. അവരൊക്കെ വളരെ നല്ല രീതിയിൽ നമ്മൾ സപ്പോർട്ട് ചെയ്ത്. കാരണം കുറച്ചൊരു പ്രായമുള്ള ആളെന്നുള്ള നിലക്ക് നല്ല ഉഷാറായിട്ട് പഠിപ്പിച്ചതുകൊണ്ടാണ് എനിക്ക് ഫസ്റ്റ് ക്ലാസ് കിട്ടിയത്. വെരി ഗുഡ്. ഞാൻ ചോദിക്കട്ടെ, ആളുകൾ ഒരു പക്ഷേ നാനോ LLBക്ക് ട്രൈ ചെയ്യുന്നു എന്നുള്ള വൈഫിനോട് പറഞ്ഞ വൈഫാണ് ശരിക്കും കട്ട സപ്പോർട്ട്. ഒരു സംശയമില്ല. ഉമ്മ ഉമ്മാൻ്റെ പേര് ഫാത്തിമ, 76 വയസ്സായി. നല്ല സപ്പോർട്ട് പറഞ്ഞാൽ നമ്മള് ചേർത്താൻ പോകുന്നത് ഉമ്മാണ്. അതെന്താ വെച്ചാല് ഗാർഡിയന് വൈഫ് പാടില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഉമ്മ പറഞ്ഞു ഞാൻ എങ്ങനെ ഈ പ്രായത്തിൽ പഠിപ്പിക്കാൻ കൊണ്ടുപോകാന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങൾ ഗാർഡിയൻ ആയാൽ പറ്റുള്ളൂ പറഞ്ഞിട്ട് MCTയിൽ ഗാർഡിയനായിട്ട് സൈൻ ചെയ്യാനും അഡ്മിഷൻ എടുക്കാനും ഒക്കെ ഉമ്മ തന്നെ ഉണ്ടായത്. ഫുൾ സപ്പോർട്ട് ഉമ്മ തന്നെയാണ് കൊടുത്തത്. ഇപ്പൊ നമ്മള് രാവിലെ കുറച്ച് എണീക്കാൻ വഴികല് ചെറിയ കുട്ടികളെ വിളിച്ചുണർത്തണ മാതിരി, എണീക്കേ കോളേജ് പോവാല്ലേ, ഇങ്ങനെ ഉറങ്ങിയിട്ട് കാര്യമുണ്ടോ, നീക്കേന്ന് പറഞ്ഞിട്ട് പറഞ്ഞയക്കും. ഇപ്പോൾ അതും കേരളത്തിലും മലപ്പുറം ജില്ലക്കുള്ള സാക്ഷരതയിലെ ആദ്യത്തെ LLB എൻറോൾമെന്റ്. അത് നമ്മുടെ മലപ്പുറം ജില്ലക്ക് തന്നെ പ്രൗഡാണ്. കാരണം സാക്ഷരതാ പരീക്ഷയിലൂടെ ആദ്യത്തെ പാസ്സായിട്ട് ഇക്വലൻസി നേടി പിന്നെ LLB നേടുന്ന കേരളത്തിലെ മലപ്പുറം ജില്ലയിൽ ഫസ്റ്റ് വ്യക്തി. കൺഗ്രാറ്റുലേഷൻ. ഇത് മകളാണല്ലേ? എന്താണ് മകള് എന്തായിരുന്നു സപ്പോർട്ട് ചെയ്തിരുന്നപ്പാനെ? സപ്പോർട്ട് ചെയ്യാനോ സപ്പോർട്ട് ചെയ്തിരുന്നു. കാരണം ഇപ്പൊ ഉമ്മ വക്കീലാണ്. അപ്പൊ എനിക്ക് അതേപോലെ ഇപ്പൊ അങ്ങനെ ഒരു സെറ്റിൽ ആവണം എന്ന് എനിക്ക് ഉണ്ടായിരുന്നു. അപ്പൊ പിന്നെ ഉപ്പാക്ക് ചെയ്ത് തരാൻ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കലുണ്ട്.